കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ആക്രമണം തുടരവേ ഇതാദ്യമായി ഗാസയിൽ പലായനം ചെയ്യുന്നതിൽ ഒരു കൂട്ടം ആളുകളോട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി. സെൻട്രൽ ഗാസയിലെ ദേർ അൽ ബലായിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ആളുകൾക്കാണ് തിരികെ വീടുകളിലേക്ക് മടങ്ങാൻ ഇസ്രായേൽ സൈന്യം അനുവാദം നൽകിയത്. എന്നാൽ ഇത് കേട്ട് വീടുകളിലേക്ക് മടങ്ങിയവർ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. കുടുംബവും കുട്ടികളുമായി സന്തോഷമായി ജീവിച്ചിരുന്ന വീടുകൾ തകർന്നു കിടക്കുന്ന വെറും സിമന്റ് കട്ടകൾ മാത്രമായി. തിരിച്ചു വരാത്ത വിധം അവയെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു വീടുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയാനാകാത്ത വിധം എല്ലാം മിസൈലുകൾ നശിപ്പിച്ചു. ഒരാള് പോലും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇസ്രായേലി സൈന്യത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അവർ എന്തിനീ വീടുകൾ തകർത്തു? അവരുടെ മിസൈലുകൾ എന്തിനീ വീടുകൾക്കുള്ളിലേക്ക് ഇടിച്ചിറക്കി? എന്തിനിത് ചെയ്തു? താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തിയ ആളുകളുടെ കരച്ചിലാണത്. പൂട്ടിയിട്ട് പോയ വീട് തുറക്കാൻ താക്കോലുമായി എത്തിയ ഒരാൾ പൊളിഞ്ഞടിഞ്ഞു കിടക്കുന്ന തൻ്റെ വീടിൻ്റെ ഒരു വശത്ത് ടെന്റ് കെട്ടാൻ കഴിയുമോ എന്ന് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. സൈന്യത്തിന്റെ പ്രഖ്യാപനം കേട്ട് പുതിയൊരു ജീവിതം മനസ്സിൽ കണ്ട് വീട് തേടിയെത്തുന്നവർ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം നിലംപരിശായ കാഴ്ച കണ്ട് തളർന്നു പോയിരിക്കുന്നു. ഇനിയൊന്നും ബാക്കിയില്ലെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ആക്രമണത്തിൽ മകൻ കൊല്ലപ്പെട്ട മുഹമ്മദ് റംസി എന്നയാൾ CNN റിപ്പോർട്ടറോട് പറഞ്ഞത്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ചോദ്യചിഹ്നത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഒരു വലിയ സമൂഹം. ഇതിനെല്ലാം ഉത്തരവാദികൾ ഇസ്രായേലാണെന്ന് പറയുമ്പോഴും ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെയും പലരും പഴിക്കുന്നുണ്ട്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു, സിൻവാറിന് തൃപ്തിയാവട്ടെ, അവർ നമ്മളെ ഇല്ലാതാക്കി, നമ്മൾ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല എന്നൊക്കെ തകർന്ന വീടുകളുടെ മുന്നിലിരുന്ന് ഇവരെല്ലാം വിലപിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങൾക്കെതിരെയും ഇവർക്ക് വിമർശനമുണ്ട്. അവർ ഞങ്ങൾക്കൊപ്പമില്ല, നമ്മൾ മുസ്ലിങ്ങളാണോ എന്ന സംശയം അവർ തങ്ങളിൽ ഉണ്ടാക്കിയെന്നും ഗാസയിലെ ഇരകൾ പറയുന്നു. മരിച്ചു വീഴുന്ന കുട്ടികളടക്കമുള്ളവരുടെ ചോര വെച്ചിട്ടാണ് ഇക്കൂട്ടർ വിലപേശൽ നടത്തുന്നതെന്നും ഇവർ പറയുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം പലരും 10 ദിവസങ്ങൾക്ക് മുമ്പാണ് വീടുകൾ ഉപേക്ഷിച്ചു പോയത്. ഗാസയിൽ നിരവധി പേരാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ട് അലയുന്നത്. നിരന്തരമായ പലായനം മൂലം ഇവർക്ക് കൃത്യമായ ചികിത്സയോ സഹായങ്ങളോ എത്തിക്കാൻ കഴിയുന്നില്ല. എന്തിനേറെ, മാസങ്ങളായി കുളിക്കാനോ വൃത്തിയാകാനോ കഴിയാത്ത സ്ത്രീകൾ മുടി മുറിച്ച് കളയുന്ന സാഹചര്യം വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പോളിയോ പടരുന്നത് തടയാൻ ഗാസയിൽ പരിമിതമായ വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും തയ്യാറായിരിക്കുകയാണ്. 25 വർഷത്തിന് ശേഷമാണ് ഗാസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിലെ 10 വയസ്സിന് താഴെയുള്ള 6,40,000 കുട്ടികൾക്കും മരുന്ന് നൽകാനാണ് നീക്കം. ഞായറാഴ്ച മുതൽ പോളിയോ മരുന്ന് നൽകി തുടങ്ങും. ആദ്യ 3 ദിവസം സെൻട്രൽ ഗാസ, അടുത്ത 3 ദിവസം സദേൺ ഗാസ, പിന്നെ നോർത്തേൺ ഗാസ. ക്യാമ്പ് 4ാം ദിനത്തിലേക്ക് നീണ്ടാൽ ആ ദിവസവും വെടിനിർത്തൽ ഉണ്ടാവും. മരുന്ന് നൽകുന്ന മേഖലകളിൽ മാത്രമേ വെടിനിർത്തൽ ഉണ്ടാകൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ആക്രമണം ആരംഭിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ ബാക്കി വരുന്ന ജീവനുകൾ എന്ത് ചെയ്യും? എവിടെ പോകും? ആരുത്തരം പറയും?